വാഴ 2 ഇത്ര വലിയ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് നിൽക്കുമ്പോൾ അത്രയും ഡിസേർവ് ചെയ്യുന്ന മറ്റൊരു പടം ഇപ്പൊ തിയേറ്ററുകളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഏത് പടാന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ പേരാണ് മോഹിനിയാട്ടം എന്ന് പറയുന്ന ഈ ഒരു പടം. എത്രത്തോളം ഡീസന്റ് ആയിട്ടുള്ള പടമാണെന്ന് ഇത് കണ്ടവർക്ക് മനസ്സിലായി കാണും. പക്ഷെ വേറൊരു കാര്യം കേസ്, ഞാൻ ഈ ഒരു പടം കണ്ടിട്ടില്ല. ആ തിയേറ്റർ സിനിമയുടെ പൂരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. പള്ളിച്ചട്ടമ്പി, വാഴ 2, ആട് 3. ഇനി എൻ്റെ അച്ഛനും അമ്മ ഇത് കാണിക്കാൻ കൊണ്ടുവന്ന് തോന്നുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമുക്കിത് OTT വരുമ്പം കാണാം. ഈ ഒരു മോഹിനിയാട്ടം ഡിസേർവ് ചെയ്യാതെ പോയ ആ ഒരു വിന്നിങ് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ വാഴ 2ന്റെ ആ ഒരു സക്സസ് ആണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം ഗൈസ്. അതിനു മുമ്പ് ഈ മോഹിനിയാട്ടത്തിനെ കുറിച്ച് സംസാരിക്കാം. അതിനു മുന്നേ എന്താണ് ഈ ഒരു ഡാർക്ക് ഹ്യൂമർ പടം, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ബ്ലാക്ക് കോമഡി ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഗൈസ്. ഒരു നിഗൂഢ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ, ഇതൊന്നും അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയം അതിനെ ഒരു കോമഡി, ഒരു ഹ്യൂമർസ് രീതിയിൽ അവതരിപ്പിക്കുന്ന പടങ്ങളെയാണ് ഈ ഡാർക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ബ്ലാക്ക് കോമഡി ഫിലിംസ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെയും അറിഞ്ഞും ഒക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു ജോണേഴ്സി വരുന്ന പടങ്ങളൊക്കെ ഒത്തിരി പാഞ്ഞു പോയിട്ടുള്ളതാണ് ഗൈസ്. നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ജോണേഴ്സി വരുന്ന ഫിലിംസിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ബേസിൽ ജോസഫ് നായകനായ മരണമാസാണ്. അതിൻ്റെ അകത്ത് ആ ഒരു സീരിയസ് വിഷയം എന്ന് പറയുന്നത് ഒരു സീരിയൽ കില്ലറിന്റെ ആ ഒരു കില്ലിംഗ് ആണ്. അതായത് ഒരു ക്രൈമാണ് അതിൻ്റെ അകത്ത് ഒരു സീരിയസ് വിഷയമായിട്ട് വരുന്നത്. ആ ഒരു ക്രൈമിനെ ബേസിൽ ജോസഫിൻ്റെതായിട്ടുള്ള ഒരു കോമഡികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത്തരത്തിലുള്ള കോമഡികൾ, പിന്നെ ഒരു ബസ്സിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ ക്രൈം പോകുന്നത്. അതായത് ആ ഒരു സീരിയസ് വിഷയത്തെ ഒരു ഹ്യൂമർ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫിലിം ഒരു ഡാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് ഹ്യൂമർ പടമായിട്ട് മാറിയത്. പിന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നുണക്കുഴി. പൊതുവെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ദൃശ്യമൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കറിയാലോ, മെമ്മറീസ്, അത്തരത്തിലുള്ള പടങ്ങളൊക്കെ ആണെങ്കിൽ ഇതറിയാലോ, ഫുൾ ആ ഒരു സീരിയസ് മൂഡിൽ പോകുന്നതാണ്. എന്നാൽ ഈ ഒരു പടം, ഈ ഒരു നുണക്കുഴി എന്ന് പറഞ്ഞ പടം പൊട്ടിപ്പോയ പടമാണ് എങ്കിൽ പോലും ആ ഒരു ഫുള്ളി ആ ഒരു സീരിയസ് മോഡ് മാറ്റിയിട്ട് പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന ഒരു ജോണർ ഇതിൻ്റെ അകത്തോട്ട് ജിത്തു ജോസഫ് കൊണ്ടുവന്നു. ഇതിനകത്ത് ആ ഒരു സീരിയസ് ഇതെന്ന് പറയുന്നത് ഒരു ക്രൈം തന്നെയാണ്. അതായത് ഒരാളുടെ ഡിവോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അറിയാതെ ഒരാൾക്ക് മറ്റൊരാളുടെ ക്രൈം ചെയ്യേണ്ടി വരുന്നു. അവിടെ നിന്നിട്ട് നടക്കുന്ന ഹ്യൂമർസ്, രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് ആ ഒരു കോമഡി ആയിട്ട് വരുന്നത്. അപ്പം ഇതും ഒരു ബ്ലാക്ക് കോമഡി ഫിലിമാണ് ഗൈസ്. പിന്നെ വേറൊരു എക്സാമ്പിൾ ആണ്, ഈ ഒരു പടത്തിന് വെറും ആവറേജ് റെസ്പോൺസ് മാത്രമേ കിട്ടിയുള്ളൂ. എന്നാലും ഈ ഒരു ഡാർക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ബ്ലാക്ക് കോമഡി ഫിലിംസിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ് വൺ ആൻഡ് ഓൺലി ബ്രൊമാൻസ് ഗൈസ്. ഞാൻ എൻ്റെ രീതിയിലാണ് കേട്ടോ ഈ വൺ ആൻഡ് ഓൺലി ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ ഒരു യൂത്ത് മൾട്ടി സ്റ്റാർ മൂവിയാണ്. നമ്മുടെ അർജുന അശോകനുണ്ട്, മാത്യു ഉണ്ട്, പിന്നെ നമ്മുടെ പ്രേമലുള്ള അമൽ ഡേവിസ് ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഒന്ന് വന്നിട്ട് ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ് ഒരു പടത്തിൽ വന്ന്. ഈ ഒരു പടത്തിലെ സീരിയസ് വിഷയം എന്ന് പറഞ്ഞാൽ ബ്രൊമാൻസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്വന്തം ചേട്ടനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. അവിടെ തൊട്ട് തുടങ്ങുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങൾ. ഈ ഒരു സിനിമയിലെ കോമഡി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മോ ആവറേജ് അപ്പുറം മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഈ ഒരു ജോണറിൽ. നമ്മുടെ ഒരു ചേട്ടൻ മിസ്സിങ് ആവുന്നു, അവിടെ നിന്നിട്ട് ഒരു ഹാക്കർ വരുന്നു, അതാണ് നമ്മുടെ അമൽ ഡേവിസ്. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്, ചേട്ടൻ്റെ എക്സ് ലവർ, അങ്ങനെ കുറേ പേരിങ്ങനെ വന്നു പോകുന്നുണ്ട്. അത് ആക്ഷനും കോമഡി രസകരമായിട്ട് ഇമോഷണലി ചെറിയ സ്ഥലത്തൊക്കെ ഇമോഷണലായിട്ട് വരുന്നുള്ളൂ. അതൊക്കെ കിഡിലനായിട്ട് ഈ ഒരു പടത്തിൽ കാണിച്ചിട്ടുണ്ട് ഗൈസ്. മൊത്തത്തിൽ പറഞ്ഞ ഈ ഒരു പടം റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു. കണ്ടിരുന്നത് തീരുന്നതന്നെ നമ്മൾ അറിയത്തില്ല ഗൈസ്. അത്രയ്ക്ക് രസകരമായിട്ടാണ് ഈ ഒരു പടം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എനിക്ക് സംഗീത് പ്രദീപിൻ്റെ കോമഡികൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായി ഗൈസ്. ഈ ഒരു പടത്തിൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കും, സോണി ലൈവിലുണ്ട്. അപ്പൊ ഇതാണ് ഡാർക്ക് ഹ്യൂമർ പടങ്ങളുടെ ഒരു ബേസിക് അല്ലെങ്കിൽ ആ ഒരു ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗൈസ്. അത്തരത്തിലുള്ള പടമാണ് ഈ ഒരു മോഹിനിയാട്ടം. ഇപ്പൊ ഈ ഒരു മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് പാർട്ട് നോക്കിയ ഭരതനാട്യം, അതൊരു ഫീൽ ഗുഡ് രീതിയിലാണ് പോകുന്നത്. സൈജു കുറുപ്പാണ് ഗൈസ് രണ്ട് പടത്തിലെ നായകൻ. ഒരു ഫാമിലി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഒരു ഹ്യൂമറസ് രീതിയിൽ കാണിക്കുവാണ്. ഭരതനാട്യത്തിലും അത്യാവശ്യം കോമഡി ഉണ്ടായിരുന്നു ഗൈസ്, ഓക്കെ. പക്ഷെ അതൊരു ഫീൽ ഗുഡ് പടമാണ്. അതിന്റെ രണ്ടാം ഭാഗം, അതായത് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് തന്നെയാണ് ഇതിന്റെ പേര്. പിന്നത്തോട്ട് വരുമ്പോഴാണ് അവർ ആ ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ ആ ഒരു ജോണർ പിടിച്ചത്. ആ ഒരു ജോണർ പിടിച്ചപ്പോഴത്തേക്കും നമുക്ക് നമ്മളിലുള്ള പല ഓഡിയൻസിനും അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു ചിരിക്ക് കോട്ടം തട്ടാനായിട്ട് വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു ഗൈസ്. ഞാൻ ഈ വാഴ 2ന്റെ അണിയറപ്പുറത്തോടോ അല്ലെങ്കിൽ ഈ ഒരു വാഴയിൽ അഭിനയിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ വാഴയുടെ ആരെങ്കിലും ആയിക്കോട്ടെ അവരെയോ അല്ലെങ്കിൽ ആ ഒരു സിനിമേനെയോ ഞാൻ കുറ്റം പറഞ്ഞല്ല, അല്ലെങ്കിൽ വാഴ 2 ഇത്രയും വലിയൊരു വിജയം ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞല്ല. ഇതിപ്പം പല ഏത് സിനിമ ഹിറ്റ് അടിച്ചാലും OTT വന്നു കഴിഞ്ഞാണെങ്കിലും ഓവർ റേറ്റഡ് ആണെന്നൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അല്ല, വാഴ 2 ഒരു നല്ല പടമാണ്. ഞാൻ ഇതുവരെ കണ്ടു വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏറ്റവും നല്ല മലയാളി ചിത്രമാണ്. അത്രയും ഡിസേർവ് ചെയ്യുന്ന ഒരു പടം ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളൊന്ന് അറിയിച്ചു തന്നേ ഉള്ളൂ. വാഴ 2ഉം മോഹിനിയാട്ടവും ഒരുപോലെ ഒരു സക്സസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഈ ഒരു ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിന് തിയേറ്ററിൽ അർഹിച്ച അല്ലെങ്കിൽ ഡിസേർവ് ചെയ്ത ഒരു വിജയം കിട്ടിയില്ലെങ്കിൽ OTT വരുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ചയാകാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഈ ഒരു മോഹിനിയാട്ടം. ആ സമയത്ത് തന്നെ ചില സോഷ്യൽ മീഡിയ
ചിലവന്മാർക്ക് കുരു പൊട്ടും ഗൈസ്. അന്നേരം വാഴ 2 ഓവർ റേറ്റഡ്. അന്നേരം വാഴ 2നെ തള്ളിക്കളയും. അതാണ് ഓരോ സിനിമ ഹിറ്റ് അടിക്കുമ്പോഴും ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. അതാണ് OTT വരുമ്പോൾ മറ്റേത് ഓവർ റേറ്റഡ്, ഇത് ഹിറ്റ്. എന്തായാലും മോഹിനിയാട്ടം നല്ല പടമാണ്, വാഴ 2 നല്ല പടമാണ്.